ഹലോ എടോ അത് ടെസ്റ്റിന് കൊടുക്കട്ടെ ആദ്യം. ഇല്ലടോ, ആദ്യം ടെസ്റ്റിന് അപ്ലൈ ചെയ്യട്ടെ. ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടേണ് ക്ലാസ് തുടങ്ങേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ലേണേഴ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? അതിന്റെ കോപ്പി കൂടെ കൊടുത്തോ? അപ്പൊ ഇവിടുന്ന് അറിയിക്കാം. ഫോണിൽ മെസ്സേജ് വരും. പിന്നെന്താണ്? ശരി, ഓക്കെ, കട്ട് ചെയ്ത്. എന്താ അത്? ഇത് ആ സൈറ്റിലൊന്ന് കയറാൻ നോക്കിയാണ്. ഏത് സൈറ്റില്? അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തൊക്കെ മനസ്സിലാവാതെ? ഏത് സൈറ്റിൽ എന്തൊക്കെ കാണിക്കണേ? അതൊക്കെ ഒരുപാട് ഓരോന്ന് ഇതിൽ കയറ്റിയിട്ടിട്ട് അത് കണകുണാന്നാക്കരുത്. എനിക്കറിയാവുന്നത് ഇപ്പൊ നമ്മ എല്ലാത്തിനും അവിടെ പോയി തൂങ്ങി നിൽക്കണ്ടേ, ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ അതൊക്കെ. അതെ, പക്ഷെ അത് അറിയും കൂടി ചെയ്യണ്ടേ? അറിയാവുന്നോണ്ടല്ലേ ഈ ചെയ്യണത്. അറിയാവുന്നോണ്ട്. അച്ഛാ, ഞാൻ 50,000 രൂപ ചോദിച്ചിട്ടുണ്ടായില്ലേ? 50,000? നാളെ വേണോ അത്? ഞാൻ തരാന്ന് പറഞ്ഞു. എന്തിനാ നിനക്ക് 50,000? എനിക്ക് ഗോവയിൽ പോകാൻ വേണ്ടിട്ടാണ്. ഗോവയിൽ പോകാനോ? ഗോവയിലൊക്കെ പോണെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കടാ, എന്നിട്ട് പോയിക്കോ ഗോവയിലേക്ക്. അല്ലാണ്ട് ഗോവയിൽ പോകാനും നിന്റെ കയ്യിൽ പൈസ ഇല്ല. ഇത് അച്ഛൻ ചോദിച്ചപ്പോ പറഞ്ഞില്ല തരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനത് ഏറ്റത്. ഇതിപ്പോ അതെ, ഇന്ന് 10 മണിക്ക് ക്ലാസ് പറയണ്ട കുട്ടികളോട്, അങ്ങോട്ട് ചെല്ല്. എന്റെ ആവശ്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ തന്നില്ല പിന്നെ ഞാനിവിടെ ഇരുന്ന് പണിയെടുക്കണ എന്തിനാ? ഞാൻ വേറെ എവിടെയും ജോലിക്ക് പോവാന്ന്. പിന്നെ നീ വേറെ എവിടെയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് 50,000 ചോദിക്കുമ്പോൾ കിട്ടും. ആ ക്ലാസ്സിന് പോക്ക നീ പോകാതെ. ഞാൻ എന്തേലും ചെയ്ത് പൈസ ഉണ്ടായിട്ട് എന്നോട് ചോദിക്കാന്ന് പറയരുത് കേട്ടാ. സത്യേട്ടോ? ആരത് മൊയ്തോ? ഇരിക്കെ. അല്ല, ഇവിടെ ഇല്ലല്ലോ. എപ്പോഴാ വന്ന്? ഞാൻ കുറച്ചു ദിവസമായി. എവിടെയായിരുന്നു? മറ്റേ മലേഷ്യ? അല്ല, മാലദ്വീപില്. മാലദ്വീപിൽ? അത് ശരി. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖം. ഞാൻ എനിക്ക് നിങ്ങളൊരു ആവശ്യം വന്നു, അതാപ്പം അങ്ങോട്ട് പോകുന്നത്. അതെ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്ന്. അവിടെ നിർത്തി, അവിടെ ക്ലച്ച് പിടിക്കണില്ല. അതിപ്പോ എന്താ അങ്ങനെ പറ്റി? എന്താന്ന് നോക്കി. ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈടാ ഇവിടൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതി, വെറുതെ അതിലെന്തിലേക്ക് അലഞ്ഞിട്ട് എന്ത് കാര്യം. ഒരു പര്യവേഷണം നടത്തി നോക്കിയാ നടന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ ഞാനൊരു കാറ് വാങ്ങി. കാറ്? സ്കൂൾ തുടങ്ങാനൊന്നും അല്ലല്ലോ? അല്ലല്ല, ടാക്സി ആയിട്ട് ഓടിക്കാനേ. ആയിക്കോട്ടെ. നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കിട്ടിയപ്പോ വാങ്ങിയതാ. അപ്പോഴാണ് പിന്നെ എന്റെ ലൈസൻസ് പുതുക്കേണ്ട സമയം കഴിഞ്ഞു. അയ്യോ, ലൈസൻസ് പുതുക്കണം? അത് വലിയ ചൊറയും. അത് പുതുക്കാൻ മാത്രല്ല, ഇതിപ്പോ ഒരു കൊല്ലം 3 മാസം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞോ? ഞാൻ മാലദ്വീപിൽ തന്നെയല്ല, അപ്പൊ അതുകൊണ്ട് അവിടുന്ന് കാര്യം ഓർത്തില്ല. അയ്യോ, അപ്പൊ ഇനിയിപ്പോ എന്തത് കാട്ടും? അത് ഭയങ്കര പ്രശ്നമാണേ. അപ്പൊ എനിക്കിപ്പോ വണ്ടി ഓടിക്കണ ലൈസൻസ് വേണല്ലോ. വേണം. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് നമ്മള്? ഇനിയിപ്പോ എന്താ വെച്ചാ 1 പറഞ്ഞ് തുടങ്ങണം. അല്ലോ, അപ്പൊ H8 ഇനി എഴുതേണ്ടി വരുമോ? H8 ഒന്നും വേണ്ടി വരില്ല. പക്ഷേ ഈ റോഡ് ടെസ്റ്റ് ഒക്കെ വേണ്ടി വരും. ചെയ്യാ. നിയമങ്ങളൊക്കെ ആകെ മാറി. ആണോ? അയ്യോ, ഒരു രക്ഷയില്ല. ഇതിപ്പോ പൈസ എത്ര വരും ഇതിന്? പൈസ ഇപ്പോ 6,000 ഉറുപ്പിയോളം വരും ഇപ്പൊ അതിന്. എടാ, ഇത് പുതുക്കാൻ എന്ത് ചെയ്യും? ഇപ്പൊ ലൈസൻസ് പുതുക്കണം. അതിന് 6,300 വരും. 6,000 അല്ലേ? നമ്മുടെ റേറ്റ് 6,300. 6,300 വരും. 6,300 വരും. അതാണ്. എന്തായാലും ഇപ്പൊ എടുത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം. 6,300 തരിക. പിന്നെ 2 ഫോട്ടോ വേണം. പിന്നെ പഴയ ലൈസൻസ് എടുത്തിട്ടുണ്ടോ? കയ്യിലുണ്ട്. അപ്പൊ അതും ഇവിടെ തരിക. അപ്പൊ അങ്ങ് കൊടുത്തു നോക്കുക. അല്ല, ഇത് എത്ര സമയം എടുക്കും കിട്ടാൻ? അത് അത്ര വലിയ സമയം എടുക്കൊന്നുമില്ല. വേഗം നോക്കാം നമുക്ക് കേട്ടാ. എന്നാലും ഏകദേശം ഇപ്പൊ 1 മാസമൊക്കെ എടുക്കണ്ടാവും. 1 മാസം എടുക്കൂലേ? നോക്ക് എന്നാലും. അപ്പൊ 6,300 തരിക, പിന്നെ ലൈസൻസ് ഒക്കെ കേട്ടാ, ഫോട്ടോ. അപ്പൊ ഞാൻ ഈ പൈസ ഗൂഗിൾ പേ ചെയ്താ പോരെ? പൈസ എടാ, അത് ഗൂഗിൾ പേ ചെയ്താൽ മതി. പൈസ മതി. ജിപേ ചെയ്താൽ മതി. നിങ്ങളുടെ നമ്പറിലേക്ക് ചെയ്താൽ പോരെ? അതുകൊണ്ട് ഇതിലില്ല ഇതൊന്നും. ആണോ? അത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓന്റെ നമ്പറിലേക്ക്. കാറിന് എന്തെങ്കിലും കൊടുക്ക്, അത് വാങ്ങിക്കോ. 6,000 പൈസ. അപ്പൊ ഫോട്ടോയും ലൈസൻസും ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ഞാൻ വൈകുന്നേരം കൊണ്ടുതരാം. ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം സ്പീഡ് ആക്കണം. കാർ എടുത്തിട്ടേ ഇത് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ. അതെ. അതാണ്. ആയിക്കോട്ടെ. അപ്പൊ ആയിക്കോട്ടെ. ശരി ടോമേ, പെട്ടെന്നാക്കാം. ഹലോ, മോനെ ഇറങ്ങിന്നോ? ഞാൻ ഇവിടെ പുറപ്പെടുപോയി കേട്ടാ. വഴിയിലേക്ക് ഇറങ്ങിക്കോ. വണ്ടി എടുക്കാണ്. ശരി. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. അപ്പ കൊടുക്കാട്ടോ. എന്താണ്ടേ? എന്താണ് ഫോണ് വരുന്ന? എനിക്ക് ഇങ്ങനെ പ്രാന്ത് എടുക്കണ എന്തിനാണ്? ഇങ്ങോട്ടം വിളിച്ച് അപ്പോഴാണ് ഞാൻ അടുത്തത്. അങ്ങോട്ട് കൊണ്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കൊണ്ടത് ഞാൻ അങ്ങോട്ട് താവട്ടെ ഇറങ്ങ ഇവിടെ നിന്നിട്ട്. ശരി, പൊട്ടം കളി കളിക്കരുത്.
അങ്ങോട്ട് കയറി വിട്. ഓന് പൊട്ടൂലേക്കും അല്ലേ? ആ ഇങ്ങോട്ട് വരട്ടെ, കുറച്ചുകൂടെ ഒന്നുകൂടി കയറി, ഒരു സ്റ്റെപ്പ് കൂടി ഇങ്ങോട്ട് കയറി, അപ്പൊ എത്തുമല്ലോ. ആ ഇത്രയേ ഉള്ളൂ പണി. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതുമാണ് സൈബർ സെല്ലോ? എന്താ സാർ? അല്ല സാറേ, ഞാൻ വരാ. എപ്പോഴാ സാറേ വരണ്ടേ? ഇപ്പൊ തന്നെയോ? ശരി സാർ. ശരി. എടി, സൈബർ സെൽ എന്നാ വിളിച്ചിക്കണേ. എന്തിനീ? എന്റെ പേരിൽ എന്തോ കേസുണ്ട് പോലെ. നിങ്ങളുടെ പേരില്ല? എന്ത് കേസ്? ലൈസൻസ് പുതുക്കാൻ കൊടുത്തില്ലല്ലോ, അതിന്റെ പേരിൽ എന്തോ ആണ്. ഇത് പിടി. എന്തൊരു കട്ടപ്പത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക്. അങ്ങോട്ട് ഇറങ്ങ്. എങ്ങനെ ഇപ്പൊ ഇറങ്ങാ പഠിച്ചോറെ? നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് കേറിയത്? അല്ല, കേറിയതൊക്കെ ഒരു എളുപ്പത്തിൽ കയറിയത്, ഇറങ്ങാനാണ് ഇപ്പൊ കുഴപ്പം. ഞാൻ ഇറങ്ങട്ടെ. ഈ താഴ്ത്തണം നിൽക്കി, അത് പിടിക്കട്ടോ. അല്ല, ഏട്ടർ പിടിക്ക്. നിങ്ങൾ അങ്ങോട്ട് ചാടുവാ. ചാടി എത്ര എകർത്ത് അങ്ങോട്ടോ? ഇതെങ്ങനെ അങ്ങോട്ട് കേറി? അനക്കെന്താ ഒരു ദണ്ണല്ലാത്ത? നിക്ക് ഞാൻ എന്താ വരുന്നത്, ഈ നോക്കിക്കോ. അത് ട്രേസ് ചെയ്ത് കിട്ടി. കുണ്ട്ര ഉള്ളതെ. ഇത് നമ്മുടെ കൊട്ടിയത്ത് വേറൊരു കേസ്. അത് ഏതാണ്ട് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ സാറേ, ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ ഈ കേസ് എന്ന് പറയുക 18 കേസാണ് വന്നേക്കുന്നത്. ഇതിപ്പോ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ അല്ല, ഞാനും പറയണ അതാണ്. ഇത് ഇല്ലാതാവണമെങ്കിൽ ഇത് ഒറ്റ വഴിയേ ഉള്ളൂ സാറേ. ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ സാധനം അങ്ങ് വേണ്ടാന്ന് വെക്കുക. എന്നിട്ട് പഴയ നമ്മളെ കുത്തുന്ന ഫോണുണ്ടല്ലോ, ലാൻഡ് ഫോൺ, അതാ നല്ലത്. ഇപ്പം നമുക്ക് പണിയാപ്പോ. സാറേ. ശരി സാറേ, ഞാൻ വിളിച്ചിട്ട് വിവരം അറിയിക്കാം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ, ഞാൻ മൊയ്തു ഇവിടുന്ന് ഫോൺ വന്നിരുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ലൈസൻസിന്റെ എന്ത് ഇഷ്യൂ ഉണ്ട്? ലൈസൻസിന്റെ ലൈസൻസ് ഞാൻ റിന്യൂ ചെയ്യാൻ കൊടുത്തിരുന്നേ. മറ്റേ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് സത്യ. പേര് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി മുഴുവനും കള്ളം. എന്താ സാർ? എത്ര രൂപ കൊടുത്തു? 6300 രൂപ കൊടുത്തു സാർ. എന്നിട്ട് എന്തോ പറഞ്ഞു? എന്നോട് പറഞ്ഞു ഒരു മാസം കാത്തിരിക്കേണ്ടി വരും, അപ്പോഴേക്ക് വിളിക്കും, പിന്നെ ഒന്നുകൂടി ടെസ്റ്റൊക്കെ നടത്തേണ്ടി വരും. അപ്പം മൊയ്ത് പറഞ്ഞു എനിക്ക് ഇത്തിരി അത്യാവശ്യം ഉണ്ടെന്ന്, പെട്ടെന്ന് ലൈസൻസ് ശരിയാക്കി തരണം എന്ന് പറഞ്ഞല്ലേ? ഇല്ല സാർ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ? ഇല്ലില്ല, അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് 1 മാസം ടൈം എടുക്കും. ഇപ്പോൾ ഇത് 1 വർഷം കഴിഞ്ഞ് വരുന്നു സാർ പുതുക്കാനുള്ളതേ. അപ്പം എന്തായാലും മൊയ്തിന്റെ ലൈസൻസ് ശരിയായിട്ടുണ്ട്. ആണോ സാർ? താങ്ക് യു സാർ. എന്ത് താങ്ക് യു? എടോ, അവര് ഗവൺമെന്റിന്റെ സൈറ്റിൽ അനധികൃതമായിട്ട് കയറിയിട്ട് വ്യാജ ലൈസൻസ് ഉണ്ടാക്കി വെച്ചൊക്കെയാണ് തന്റെ പേരിൽ. അത് വെച്ച് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല സാർ. അത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ സാർ. കുറ്റം ആരുടെയാണെന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മൊയ്തു എന്താ ചെയ്യണേ? ഞാൻ മാൽദീവ്സിലാണ് സാർ. എവിടെ? മാൽദീവ്സിലാ? സൂപ്പർ സ്ഥലമല്ലേ മൊയ്തു? അയ്യോ, ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ മാൽദീവ്സിന്റെ. അവിടുത്തെ കടലൊക്കെ നല്ല ബ്ലൂ ആണല്ലേ, അടിവശം കാണാൻ പറ്റും. വെള്ളത്തിന്റെ അടി പോയിട്ടുണ്ടോ മൊയ്തു അവിടെ? അയ്യോ, പോണ്ടേ, അവിടെയൊക്കെ താമസിച്ചിട്ട് ഞാൻ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇതിന് മൊയ്തുവിന്റെ അവിടുത്തെ അഡ്രസ്സ് എനിക്കൊന്ന് തരണം, ഞാൻ ഫാമിലിയായിട്ട് അങ്ങോട്ട് വരണുണ്ട്. സാർ, ഞാൻ അവിടെ ഒഴിവാക്കി പോന്നതാ. അയ്യേ, ഒഴിവാക്കിയിട്ട് പോണം അവിടുന്ന്? എന്ത് മണ്ടത്തിലാണ് മൊയ്തു. ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് മാൽദീവ്സ്. ഈ മാൽദീവ്സില് റോഡൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് നടന്നു പോകാൻ പറ്റുമെന്നൊക്കെ കേട്ട് മൊയ്തു. അത് ശരിയാണോ? ഭയങ്കര രസമായിരിക്കുമല്ലേ അവിടെ? ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ നടന്ന് വേറെ സ്ഥലത്തോട്ട് പോവുക, അങ്ങനെ നടക്കുക. സൈക്കിളിലൊക്കെ പോകാൻ ഭയങ്കര രസം. അവിടെ കാറ് ഇല്ലാതെ എന്ന് പറയണല്ലേ? ഞാനെന്താ ചെയ്യാ സാർ? മൊയ്തുനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോ അവിടുത്തെ സർക്കാർ വിചാരിക്കണം, അവിടുത്തെ ഡെവലപ്മെന്റ്സിനൊക്കെ. അതുപോലെ ദ്വീപല്ലേ, അപ്പൊ അത് നമുക്ക് എന്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഞാൻ ലൈസൻസ് റിന്യൂ ചെയ്യാൻ മൊയ്ത് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, ആ സത്യ ഡ്രൈവിംഗ് സ്കൂൾ, അത് മൊത്തത്തിൽ കുഴപ്പമുള്ള ഒരു സ്ഥലമാണ്. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്ത കുഴപ്പമില്ല, പക്ഷെ മോനാണ് കുഴപ്പക്കാരൻ. പക്ഷേ ഈ പിള്ളേരെ കൊച്ചിലെ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. കള്ളം ചെയ്യരുത്, കള്ളത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര കുഴപ്പമാണ്. അവൻ ഉടനെ തന്നെ ഹാർഡ് ഡിസ്കിലെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞങ്ങളത് ഫോറൻസിക് നോക്കണ്ട, അത് റെഡിയാക്കി എല്ലാം എടുക്കും, തിരിച്ച് റിക്കവർ ചെയ്യും ഞങ്ങൾ. എന്നിട്ടാണ് അവന് പണി വെച്ചിട്ടുള്ളത്. സാർ, എനിക്കിപ്പോൾ പുതിയ ലൈസൻസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് സാർ? മൊയ്തുവിന് ലൈസൻസിന് ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. RT ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക, അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കും.
സാറേ ഈ ലൈസൻസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഈ ലൈസൻസ് എങ്ങനെ ഉപയോഗിക്കും? അത് ഇത് കേസായിട്ട് കിടക്കില്ലേ മൊയ്തു? അപ്പോൾ ആർ ടി ഓഫീസിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചോ. ശരി സർ. കേട്ടോ? താങ്ക് യു. ഓക്കെ.